ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 5th ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ് ആൻഡ് ബാഗസോസിസ് ആണ്. ഓൾറെഡി നമ്മൾ എയർ പൊല്യൂഷൻ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വരുന്ന പോർഷനാണ് സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ് ആൻഡ് ബാഗസോസിസ് എന്നുള്ളത്. സോ ഫസ്റ്റ് സിലിക്കോസിസ് എന്താണെന്ന് നോക്കാം. സിലിക്കോസിസ് ഈസ് എ സീരിയസ് ആൻഡ് പൊട്ടൻഷ്യലി ഫാറ്റൽ ലങ് ഡിസീസ് കോസ്ഡ് ബൈ ദി ഇൻഹലേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സിലിക്ക ഡസ്റ്റ്. അപ്പം എന്താണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്? വളരെയധികം സീരിയസും അതുപോലെ തന്നെ ഫാറ്റൽ ലങ് ഡിസീസ് എന്ന് വെച്ചാൽ മരണത്തിലേക്ക് നയിക്കാൻ വരെ കഴിവുള്ള ഒരു ലങ് ഡിസീസാണ് ഈ സിലിക്കോസിസ് എന്ന് പറയുന്നത്. സിലിക്കോസിസ് എന്ന വാക്കിൽ തന്നെ നമുക്കുണ്ട് സിലിക്ക എന്ന് പറഞ്ഞൊരു ഡസ്റ്റിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സിലിക്ക ഡസ്റ്റ് നമ്മൾ ഇൻഹേൽ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. ഇത് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സിലിക്ക ഡസ്റ്റ് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് സിലിക്കോസിസ്. ഈ സിലിക്ക എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ക്രിസ്റ്റലൈനും അമോർഫറസും അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. അപ്പം ഇതിൽ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സിലിക്ക ഡസ്റ്റ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്താണ് സിലിക്കോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം നമുക്ക് ഉണ്ടാകുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു ഒക്യുപ്പേഷണൽ ലങ് ഡിസീസാണ്. ഒക്യുപ്പേഷണൽ എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് വരാവുന്ന ഒരു ലങ് ഡിസീസാണ് ഈ സിലിക്കോസിസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷണൽ ലങ് ഡിസീസ് ദാറ്റ് ക്യാൻ അഫക്ട് പീപ്പിൾ ഹൂ വർക്ക് വിത്ത് സിലിക്ക കണ്ടെയ്നിങ് മെറ്റീരിയൽസ് സച്ച് ആസ്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ വർക്കിംഗ് മൈനേഴ്സ്, ഫൗണ്ടറി വർക്കേഴ്സ്, സ്റ്റോൺ കട്ടേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഇവരൊക്കെ ഈ സ്റ്റോണിലും മെയിനായിട്ട് ഈ സിലിക്ക കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? സ്റ്റോൺ, കോള്, ഗോൾഡ്, ഈ മിനറൽസ്, മൈൻസ്, ഇതിലൊക്കെയാണ് നമുക്ക് ഈ സിലിക്ക കാണപ്പെടുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും? ഈ സിലിക്കോസിസ് എന്ന് പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഈ സ്റ്റോൺസിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? സിലിക്ക ഡസ്റ്റ് ഉണ്ട്. അപ്പം ആരൊക്കെയാണ് കൂടുതലായിട്ട് ഏതൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ അസുഖം വരുന്നതെന്നാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. ആദ്യം പറയുന്നത് മൈനേഴ്സാണ്. കോള്, ഗോൾഡ്, പിന്നെ മറ്റ് മിനറൽസൊക്കെ എടുക്കുന്നവർ, അവർക്കൊക്കെ ഈ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അവർ കോൺക്രീറ്റ്, ബ്രിക്ക്, സ്റ്റോൺസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഫൗണ്ടറി വർക്കേഴ്സ്, സ്റ്റോൺ കട്ടേഴ്സ്, ദോസ് ഹു വർക്ക് വിത്ത് ഗ്രാനൈറ്റ്, മാർബിൾ ആൻഡ് അതർ സിലിക്ക കണ്ടെയ്നിങ് സ്റ്റോൺസ് ആർ അറ്റ് റിസ്ക്. അപ്പം മൈനേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്ക്സിലുള്ള ഫൗണ്ടറി വർക്കേഴ്സ്, സ്റ്റോൺ കട്ടേഴ്സ്, ഇവരൊക്കെയാണ് മെയിനായിട്ട് സിലിക്കോസിസ് എന്ന അസുഖം വരാനുള്ള ചാൻസ് ഉള്ളവരും. അതുപോലെ തന്നെ ഈ അസുഖം മെയിനായിട്ട് കുറച്ച് റിസ്ക് ഉണ്ടാക്കുന്നതും ഇവർക്കാണ്. ഓക്കെ, നെക്സ്റ്റ്, കോസസ് ഓഫ് സിലിക്കോസിസ്. ഇൻഹലേഷൻ ഓഫ് സിലിക്ക ഡസ്റ്റ്. വെൻ സിലിക്ക കണ്ടെയ്നിങ് മെറ്റീരിയൽസ് ആർ കട്ട്, ഡ്രിൽഡ് ഓർ ക്രഷ്ഡ്, ദ റിലീസ് ഡസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഇൻഹേൽഡ്. അപ്പം ഒന്നാമത് സിലിക്കോസിസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സിലിക്ക ഡസ്റ്റ് ഇൻഹേൽ ചെയ്യുന്ന ടൈമിൽ എന്ന് വെച്ചാൽ സിലിക്കയുള്ള മെറ്റീരിയൽസ് നമ്മൾ പൊട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഈ സിലിക്ക ഡസ്റ്റ് പുറത്തു വരും. അങ്ങനെ നമ്മൾ ശ്വസിക്കുവാണെങ്കിൽ എന്ത് നമുക്കുണ്ടാവും? സിലിക്കോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിലിക്ക ഡസ്റ്റ് നമ്മൾ ഒരുപാട് നേരം നമ്മൾ അതിന് എക്സ്പോഷറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെ കുറേ നേരം ആ സിലിക്ക ഡസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ നോസിലൂടെ ലങ്സിലേക്ക് എത്തിയിട്ട് അത് അസുഖം ഉണ്ടാക്കും. അപ്പോൾ കുറേ നേരം നമുക്ക് നിൽക്കുകയാണെങ്കിൽ എന്തായാലും അസുഖം വരും. അതാണ് നമ്മൾ രണ്ടാമത് പറയുന്നത് ഈ പ്രൊലോങ്ഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് എക്സ്പോഷർ ടു സിലിക്ക ഡസ്റ്റ് ഓവർ ടൈം ക്യാൻ ലീഡ് ടു സിലിക്കോസിസ്. ഒരു പരിധിയിൽ കൂടുതൽ സമയം നമ്മൾ ആ ഒരു ഡസ്റ്റുമായിട്ട് എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ആ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് സിംറ്റംസ് ഓഫ് സിലിക്കോസിസ് ആണ്. സിലിക്കോസിസിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണെന്നാണ്? കഫ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഫാറ്റിഗ്, വെയിറ്റ് ലോസ്, ചെസ്റ്റ് പെയിൻ. ഇത്രയാണ് മെയിനായിട്ടുള്ള സിംറ്റം. കഫിങ് നമുക്കറിയാം. ചുമ എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് സിലിക്കോസിസിൻ്റെ ഫസ്റ്റ് സിംറ്റമാണ് ഈ ചുമ എന്ന് പറയുന്നത്. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, നമ്മുടെ ഡിസീസ് കൂടുന്തോറും, ഡിസീസ് കുറച്ചും കൂടി പ്രോഗ്രസ് ആകുന്തോറും നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ശ്വാസം എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം ക്ഷീണം അല്ലെങ്കിൽ നല്ലോണം ടയേർഡ് ആവുക, നല്ലോണം വീക്ക് ആവുക എന്നുള്ള അർത്ഥമാണ് ഈ ഫാറ്റിഗ് എന്നുള്ളത്. പിന്നെ വെയിറ്റ് ലോസ്, നമ്മുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് വരികയും ചെയ്യും. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള താല്പര്യം ഇല്ലാതാവുക, അങ്ങനെ കുറച്ച് എഫക്ട്സ് ആണ് അവിടെ വരുന്നത്. പിന്നെ ചെസ്റ്റ് പെയിൻ, നമുക്ക് നമ്മുടെ ചെസ്റ്റിന് വളരെയധികം പെയിൻ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ആൻഡ് ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ആൻഡ് ആ ഒരു ബ്രീത്തിങ്ങിൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടീസും നമുക്ക് തോന്നപ്പെടും. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു സിലിക്കോസിസിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് സിലിക്കോസിസ് ആണ്. സിലിക്കോസിസിന് എന്തൊക്കെ ടൈപ്സ് ആണുള്ളത്? 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ക്രോണിക് സിലിക്കോസിസ്, ആക്സിലറേറ്റഡ് സിലിക്കോസിസ് ആൻഡ് അക്യൂട്ട് സിലിക്കോസിസ് ആണ്. ഇതിൽ ക്രോണിക് സിലിക്കോസിസ് എന്ന് പറയുന്നത് ഇതാണ് മോസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ എക്സ്പോഷർ ഉണ്ടായിട്ട് അല്ലെങ്കിൽ സിലിക്കോസിസുമായിട്ട്
സിലിക്ക ഡസ്റ്റുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കാം, പക്ഷെ അവർക്ക് ഈ ഡിസീസ് വരുന്നത് എപ്പോഴായിരിക്കും? കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇവർക്ക് ഈ ഡിസീസ് വരുന്നത്. അതാണ് ക്രോണിക് സിലിക്കോസിസ്. സാധാരണയായിട്ട് കാണപ്പെടുന്നതും ക്രോണിക് സിലിക്കോസിസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ആക്സലറേറ്റഡ് സിലിക്കോസിസ്. ഇതെന്ന് വെച്ചാൽ വളരെയധികം പെട്ടെന്ന് ഫോം ചെയ്യുന്ന ഒരു ഫാസ്റ്റർ പ്രോഗ്രസിങ് ഫോം ദാറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന പെട്ടെന്ന് തന്നെ വരുന്ന ഒരു ഡിസീസാണ് ഈ ആക്സലറേറ്റഡ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അക്യൂട്ട് സിലിക്കോസിസ്. അതെന്ന് പറയുന്നത് വളരെയധികം റെയർ ആണെങ്കിൽ തന്നെയും അതെന്താണ്, വളരെയധികം സിവിയർ ആയിട്ടുള്ള ഒരു ഫോമാണ് സിലിക്കോസിസിൻ്റെ. അത് ഉണ്ടാകുന്ന ഫ്യൂ വീക്സോ മന്ത്സ്, കുറച്ച് ആഴ്ചകളോ കുറച്ച് മാസങ്ങൾക്കോ ഉള്ളിൽ തന്നെ നമുക്ക് ഈ അസുഖം വരുന്നതിനാണ് നമ്മൾ അക്യൂട്ട് സിലിക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്സാണ് സിലിക്കോസിസ് ഉള്ളത്: ക്രോണിക് സിലിക്കോസിസ്, ആക്സലറേറ്റഡ് സിലിക്കോസിസ് ആൻഡ് അക്യൂട്ട് സിലിക്കോസിസ്. ക്രോണിക് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നതും, ആക്സലറേറ്റഡ് എന്ന് പറയുന്നത് കുറച്ച് ഇയേഴ്സ്, ഒരു ഫ്യൂ ഇയേഴ്സിന് ഉള്ളിലുണ്ടാകുന്നതും, ആൻഡ് അതുപോലെ തന്നെ അക്യൂട്ട് സിലിക്കോസിസ് എന്ന് പറയുന്നത് ഫ്യൂ വീക്സ് ഓർ മന്ത്സ് അതിനുള്ളിൽ ഉണ്ടാകുന്നതാണ് ഈ അക്യൂട്ട് സിലിക്കോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിനുള്ള പ്രിവെൻഷൻ എന്തൊക്കെയാണ് പ്രിവെൻഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. ആദ്യം യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, PPE കിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിലെന്താ മാസ്ക്, റെസ്പിറേറ്റേഴ്സ് ഒക്കെയുള്ള ഒന്നാണ് ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ഡസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, വെന്റിലേഷൻ സിസ്റ്റം, വെറ്റ് മെത്തേഡ്സ് ആൻഡ് അതർ കൺട്രോൾ ടു റെഡ്യൂസ് ഡസ്റ്റ് ലെവൽ. അപ്പോൾ ഡസ്റ്റിൻ്റെ ആ ഒരു ലെവൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മോണിറ്റർ സിലിക്ക ഡസ്റ്റ് ലെവൽ, റെഗുലർലി മെഷർ സിലിക്ക ഡസ്റ്റ് ലെവൽ ടു എൻഷുർ ദേ ആർ വിത്തിൻ സേഫ് ലിമിറ്റ്. അപ്പം സിലിക്ക ഡസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നന്നായിട്ട് മോണിറ്റർ ചെയ്യുക. പിന്നെ പ്രൊവൈഡ് മെഡിക്കൽ സർവീലിയൻസ്, റെഗുലറി മോണിറ്റർ വർക്കേഴ്സ് ഫോർ സൈൻസ് ഓഫ് സിലിക്കോസിസ്. അപ്പം നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സിലിക്കോസിസിൻ്റെ സിംറ്റംസ് സൈൻസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിലിക്കോസിസിന് അങ്ങനെ ഒരു ക്യൂർ ഉണ്ടാവില്ല. ദർ ഈസ് നോ ക്യൂർ ഫോർ സിലിക്കോസിസ്, ബട്ട് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ഹെൽപ്പ് ടു മാനേജ് സിംറ്റംസ് ആൻഡ് സ്ലോ ഡിസീസ് പ്രോഗ്രഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലിക്കോസിസ് എന്ന് പറയുന്ന അസുഖം ഒരിക്കലും നമുക്ക് വന്ന പിന്നെ അത് നമുക്ക് ഭേദമാക്കി എടുക്കാനുള്ള ഇത് വളരെയധികം കുറവാണ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എന്തിന്? നമുക്കതിൻ്റെ സിംറ്റംസ് ഒക്കെ മാനേജ് ചെയ്യാനും പിന്നീട് നല്ലൊരു ലൈഫ് കൊടുക്കാൻ വേണ്ടി, അത്യാവശ്യം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെഡിക്കേഷൻ നമ്മൾ മെഡിസിൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ്. അതെന്ന് പറയുന്നത് നമ്മുടെ ലങ്സിലെ സ്വെല്ലിങ്സും ഇൻഫ്ലമേഷനൊക്കെ ഈ സിലിക്ക ഡസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രോങ്കോഡൈലേറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എയർവേസ്, നമ്മുടെ ബ്രീതിങ് ഒക്കെ കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി, നമ്മുടെ എയർവേസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലോക്ക് ആയിരിക്കുന്നതൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ബ്രോങ്കോഡൈലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് കൊടുക്കാറുണ്ട്. പിന്നെ എക്സ്പെക്ടോറൻസ് അതെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂക്കസ് തിന്നാക്കിയിട്ട് നമുക്ക് ചുമയ്ക്കാൻ വേണ്ടി കുറച്ചധികം ഹെൽപ്ഫുൾ ആക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആക്കുന്ന ഒരു മെഡിസിനാണ് എക്സ്പെക്ടോറൻ എന്ന് പറയുന്നത്. ടു തിൻ മ്യൂക്കസ് ആൻഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു കഫ് അപ്പ്. ദെൻ ആൻറ്റിബയോട്ടിക്സ് ടു ട്രീറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ദാറ്റ് ക്യാൻ എക്സാബറേറ്റ് സിലിക്കോസിസ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് പൾമണറി റീഹാബിലിറ്റേഷൻ. ഇതിൽ വരുന്നതാണ് എക്സസൈസ് ട്രെയിനിങ്, ബ്രീത്തിങ് എക്സസൈസ്, എഡ്യൂക്കേഷൻ. അതിൽ ഫസ്റ്റ് എക്സസൈസ് ട്രെയിനിങ് ടു ഇംപ്രൂവ് ലങ് ഫംഗ്ഷൻ ആൻഡ് ഓവറോൾ ഹെൽത്ത്. നമ്മുടെ ലങ്സിൻ്റെയൊക്കെ ഫംഗ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഹെൽത്തൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയാണ് എക്സസൈസ് ട്രെയിനിങ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ബ്രീത്തിങ് എക്സസൈസ് ടു സ്ട്രെങ്തൻ ലങ് മസിൽസ് ആൻഡ് ഇമ്പ്രൂവ് ബ്രീത്തിങ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ലങ്സിൻ്റെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ബ്രീത്തിങ് എക്സസൈസ്. ദെൻ എഡ്യൂക്കേഷൻ ടു ടീച്ച് പേഷ്യൻസ് ഹൗ ടു മാനേജ് സിംറ്റംസ് ആൻഡ് സ്ലോ ഡിസീസ് പ്രോഗ്രഷൻ. അപ്പോൾ ഇങ്ങനെ സിംറ്റംസ് എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഡിസീസ് എങ്ങനെ പതിയെ പ്രോഗ്രസ് ആയി വരുന്നു എന്നുള്ള കാര്യങ്ങൾ, ഡിസീസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നെക്സ്റ്റ് വരുന്നതാണ് ഓക്സിജൻ തെറാപ്പി. ഓക്സിജൻ തെറാപ്പി എന്ന് വെച്ചാൽ നമുക്ക് ഓക്സിജൻ ലെവൽസ് ബ്ലഡിൽ കുറവായുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ഈ ഓക്സിജൻ തെറാപ്പി. അതിൽ വരുന്നത് സപ്ലിമെൻ്റൽ ഓക്സിജൻ ടു ഹെൽപ്പ് ഇൻക്രീസ് ഓക്സിജൻ ലെവൽസ് ഇൻ ദ ബ്ലഡ്. അപ്പം ബ്ലഡ് ഓക്സിജൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് സർജറി എന്ന് പറയുന്നത് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഇൻ സിവിയർ കേസസ് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ മേ ബി നെസസറി. അപ്പം സിലിക്കോസിസ് വന്നിട്ട് വളരെയധികം റിസ്ക് ആയവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അവർക്കുള്ള ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് സർജറിയിൽ വരുന്നത് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ. ന്യൂമോകോണിയോസിസ്.
It is a category of lung disease that results from the inhalation of dust particles. The term pneumoconiosis comes from the Greek word pneumon meaning lung and conis meaning dust. അപ്പം ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻഹെയിൽ ചെയ്യുമ്പം നമുക്ക് വരുന്ന ഒരു ലങ് ഡിസീസിനെ പറയുന്ന പേരാണ് ന്യൂമോകോണിയോസിസ് എന്നുള്ളത്. ഇതിൽ ന്യൂമോൺ എന്ന് പറയുന്നത് ലങ്ങും അതുപോലെ കോണീസ് എന്ന് പറയുന്നത് ഡസ്റ്റുമാണ്. സോ ലങ്സിൽ അഫക്റ്റ് ചെയ്യുന്ന ഡസ്റ്റിൻ്റെ ഇൻഹേലേഷൻ കാരണം നമ്മുടെ ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസസ് ഓഫ് pneumoconiosis. Inhalation of dust particles. Prolonged exposure to dust particles can cause pneumoconiosis. അപ്പം ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് കുറേ നേരം നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻഹേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് എന്ത് വരാം? ന്യൂമോകോണിയോസിസ് വരാം. ഇനി വർക്കേഴ്സ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് മൈനിങ്, കൺസ്ട്രക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ആർ അറ്റ് റിസ്ക്. അപ്പം നമ്മുടെ ഒക്യുപ്പേഷണൽ എക്സ്പോഷർ എന്ന് വെച്ചാൽ നമ്മുടെ ഒക്യുപ്പേഷൻ നമ്മുടെ ജോബ് എന്ന് പറയുന്നത് ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ, മൈനിങ് ഇവയൊക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇതിലൊക്കെ എന്തുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം നമ്മുടെ ഒക്യുപ്പേഷണലായിട്ടുള്ള ഒക്യുപ്പേഷണൽ എക്സ്പോഷറാണ് അവിടെ വരുന്നത്. അപ്പം അത് കാരണം നമുക്ക് എന്ത് വരാം? ന്യൂമോകോണിയോസിസ് വരാം. ഇനി എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ. പീപ്പിൾ ലിവിങ് ഇൻ ഏരിയാസ് വിത്ത് ഹൈ ലെവൽസ് ഓഫ് എയർ പൊല്യൂഷൻ ആർ ഓൾസോ അറ്റ് റിസ്ക്. അപ്പോൾ എയർ പൊല്യൂഷൻ കൂടുതലുള്ള അടുത്തും എന്തുണ്ടാവും? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. അപ്പോൾ അത് ഇൻഹേൽ ചെയ്യുന്ന വഴി നമുക്ക് ന്യൂമോകോണിയോസിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ കോസസ് ഓഫ് ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് ഇൻഹേലേഷൻ ഓഫ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഒക്യുപ്പേഷണൽ എക്സ്പോഷർ ആൻഡ് എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ. ടൈപ്സ് ഓഫ് ന്യൂമോകോണിയോസിസ്. അപ്പം ഈ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ലങ് ഡിസീസിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഓക്യുപ്പേഷണൽ ലങ് ഡിസീസിനെ പറയുന്ന പേരാണ് ഈ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഒരു എല്ലാ ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് ന്യൂമോകോണിയോസിസ്. അപ്പോൾ ഇതിൽ പല തരത്തിൽ വരുന്നുണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്നതാണ് കോൾ വർക്കേഴ്സ് ന്യൂമോകോണിയോസിസ് കോസ്ഡ് ബൈ ഇൻഹേലേഷൻ ഓഫ് ദ കോൾ ഡസ്റ്റ്. അപ്പം കോൾ വർക്കേഴ്സ് ന്യൂമോകോണിയോസിസ് അതിൽ തന്നെയുണ്ട്. കോൾ മൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ഉണ്ടാവുന്ന അസുഖമാണ് ഈ കോൾ വർക്കേഴ്സ് ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. ഇത് പിന്നീട് പൾമണറി ഫൈബ്രോസിസ് ആയിട്ട് മാറാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിവിയർ സ്റ്റേജാണ് ഈ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയും ഇത് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ കോൾ ഡസ്റ്റ് ഇൻഹേൽ ചെയ്യുന്ന വഴിയാണ് നമുക്ക് ഈ കോൾ വർക്കേഴ്സ് ന്യൂമോകോണിയോസിസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, സിലിക്കോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ സിലിക്ക ഡസ്റ്റ് ഇൻഹേൽ ചെയ്യുന്ന സമയത്താണ് സിലിക്കോസിസ് വരുന്നത്. നെക്സ്റ്റ്, ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസിസ് എന്ന് വെച്ചാൽ ആസ്ബറ്റോസ് ഫൈബേഴ്സ് ഒക്കെ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്താണ് ആസ്ബറ്റോസിസ് വരുന്നത്. ഇനി ബെറീലിയോസിസ് എന്ന് പറയുന്നത് ബെറീലിയം ഡസ്റ്റ് ഇൻഹേൽ ചെയ്യുമ്പം. ദെൻ ബഗാസോസിസ്, ബഗേസ് ഡസ്റ്റ് എന്ന് വെച്ചാൽ ഷുഗർ കെയിൻ്റെ ഒരു ബാക്കി വരുന്നൊരു പാർട്ടിക്കിളാണ് ഈ ബഗേസ് എന്ന് പറയുന്ന ഒരു ഡസ്റ്റ്. അപ്പോൾ അത് ഇൻഹേൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബഗാസോസിസ് വരുന്നത്. ഇനി സൈഡ്രോസിസ് എന്ന് വെച്ചാൽ അയേൺ ഡസ്റ്റിൻ്റെ ഇൻഹലേഷൻ വഴിയാണ് നമുക്ക് ഈ സൈഡ്രോസിസ് വരുന്നത്. നെക്സ്റ്റ്, സെവൻത്ത് സ്റ്റാനോസിസ്. അതെന്ന് പറയുന്നത് നമ്മൾ ഈ ടിൻ ഡസ്റ്റ്, നമ്മുടെ ടിൻ ഡസ്റ്റ് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നതാണ് ഈ സ്റ്റാനോസിസ് എന്ന് പറയുന്നത്. ഇനി നോക്കുന്നത് സിംറ്റംസ് ഓഫ് ന്യൂമോകോണിയോസിസ് ആണ്. ഈ ബാഗാസോസിസ്, ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ് ഇവയെല്ലാം എന്ന് പറയുന്നത് ഒരു ലങ്സിന് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഒക്യുപ്പേഷണൽ ഡിസീസ് തന്നെയാണ്. സോ ഇതിനൊക്കെ സിംറ്റംസും എന്തായിരിക്കും? ഒരുമാതിരി സെയിം തന്നെയാണ് സിംറ്റംസ് ഒക്കെ വരിക. അപ്പം നമ്മൾ നേരത്തെ സിലിക്കോസിസിൻ്റെ സിംറ്റംസ് പറഞ്ഞു, അത് തന്നെയാണ് നമുക്ക് ന്യൂമോകോണിയോസിസിനും വരിക. കഫിങ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ചെസ്റ്റ് പെയിൻ, ഫാറ്റിഗ്, വെയിറ്റ് ലോസ് ഇവയൊക്കെ തന്നെയാണ് ഇതിൽ ന്യൂമോകോണിയോസിസിലും വരുന്നത്. കഫിങ്, എ പെർസിസ്റ്റന്റ് കഫ് ഈസ് ഓഫൺ ഈസ് എ ഫസ്റ്റ് സിംറ്റം. ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ആസ് ദ ഡിസീസ് പ്രോഗ്രസ് ബ്രീതിങ് ബിക്കം മോർ ഡിഫിക്കൽട്ട്. ദെൻ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. പെയിനും അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് ടൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. നെക്സ്റ്റ്, ഫാറ്റിഗ് എന്ന് വെച്ചാൽ നല്ലതായിട്ട് ടയേർഡ് ആവുക, വീക്കായിട്ടിരിക്കുക, അതാണ്. ദെൻ വെയിറ്റ് ലോസ്, നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കുക, അതുവഴി നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് നമ്മൾ സിലിക്കോസിസിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രിവെൻഷനിൽ വരിക. കാരണം ഇതൊരു ഒക്യുപ്പേഷണൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഒരു ജോയിൻ്റ്ലി ഇതിനൊരു കണക്ഷനുണ്ട്. സിലിക്കോസിസ് ആണെങ്കിലും ന്യൂമോകോണിയോസിസ്, ബഗാസോസിസ് ഒക്കെ ഒരു ഒക്യുപ്പേഷണൽ ലങ് ഡിസീസാണ്. അപ്പം ഇവയ്ക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരേ തരത്തിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെയാണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഡസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, മോണിറ്റർ ഡസ്റ്റ് ലെവൽസ്, പിന്നെ മെഡിക്കൽ സർവീലിയൻസ്. ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്താം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻഷൻ്റെ മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ട്രീറ്റ്മെൻറ്റ് കേസ് വരികയാണെങ്കിൽ ഈ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് അതിന് പലതരമുണ്ട്. മൈൽഡായിട്ടുള്ളതും സിവിയർ ആയിട്ട് നമുക്ക് പൾമണറി ഫൈബ്രോസിസ് ആവുന്ന കേസ് വരെയുണ്ട്. അപ്പം അതനുസരിച്ചാണ് നമ്മൾ മൈൽഡാണോ സിവിയർ ആണോ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെയിം നമ്മൾ സിലിക്കോസിസ് ചെയ്ത പോലെ തന്നെ മെഡിക്കേഷൻസ് ആയിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ്, ബ്രോങ്കിയോഡൈലേറ്റേഴ്സ് കൊടുക്കാറുണ്ട്. പിന്നെ റീഹാബിലിറ്റേഷൻ കൊടുക്കാറുണ്ട്, ഓക്സിജൻ തെറാപ്പി, പിന്നെ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ഇവയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിൽ വരുന്നത്.
Bagasosis. Bagasosis is a type of occupational lung disease caused by the inhalation of bagasse dust, which is a byproduct of sugarcane processing. അപ്പം ബഗാസോസിസ് എന്ന് പറയുന്നതും ഒരു ഒക്യുപ്പേഷണൽ ആയിട്ടുള്ള ലങ് ഡിസീസാണ്. ഇവ നമുക്ക് ഉണ്ടാവുന്നത് ബഗേസ് ഡസ്റ്റ് ഇൻഹേൽ ചെയ്യുന്ന വഴിയാണ് ബഗാസോസിസ് ഉണ്ടാകുന്നത്. ഈ ബഗേസ് ഡസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷുഗർ കെയിൻ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ബഗേസ് ഡസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഇൻഹേൽ ചെയ്യുന്ന വഴിയാണ് നമുക്ക് ബഗാസോസിസ് ഉണ്ടാവുന്നത്. Then causes and risk factors. Inhalation of the bagasse dust. Prolonged exposure to bagasse dust can cause bagasosis. അപ്പം ഒത്തിരി നാൾ ഈ ഒരു ബഗാസോസിസുമായിട്ട് എക്സ്പോഷർ നേരിട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, ബഗാസോസിസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ്, ഒക്യുപ്പേഷണൽ എക്സ്പോഷർ. വർക്കേഴ്സ് ഇൻ ദ ഷുഗർ കെയിൻ ഇൻഡസ്ട്രി, പെർട്ടിക്കുലർലി ദോസ് ഇൻവോൾവ്ഡ് ഇൻ ബഗേസ് ഹാൻഡ്ലിംഗ് ആർ അറ്റ് റിസ്ക്. അപ്പം ഷുഗർ കെയിൻ ഇൻഡസ്ട്രീസിൽ ഈ ബഗേസ് ഡസ്റ്റുമായിട്ട് എക്സ്പോഷർ ഉണ്ടായി അതുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ്, സിംറ്റംസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലിക്കോസിസിലും അതുപോലെ ന്യൂമോകോണിയസിസിലും വരുന്ന സെയിം സിംറ്റംസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. കഫിങ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ചെസ്റ്റ് പെയിൻ, ഫാറ്റിഗ്, വെയിറ്റ് ലോസ്. നെക്സ്റ്റ്, ഈ ബഗാസോസിസ് എങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, മെഡിക്കൽ ഹിസ്റ്ററി. എ ഡോക്ടർ വിൽ ആസ്ക് അബൌട്ട് ദ പേഷ്യൻസ് ഒക്യുപ്പേഷണൽ ഹിസ്റ്ററി ആൻഡ് എക്സ്പോഷർ ടു ബഗാസ്. അപ്പം ഒരു ആൾ നമ്മുടെ ഈ ഒരു ബഗാസോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ട് എന്ന് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുമ്പം എന്തൊക്കെ സ്റ്റെപ്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളത് ഡയഗ്നോസിസ് ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം മെഡിക്കൽ ഹിസ്റ്ററി. അപ്പം ഡോക്ടർ ആദ്യം ചോദിക്കുക എന്താണ് ആ പേഷ്യൻറ്റിന് ഈ ബഗേസ് ഡസ്റ്റുമായിട്ട് എക്സ്പോഷർ വരാനുള്ള കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പം ആൾ ഒക്യുപ്പേഷൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അയാളുടെ ജോബ് ഈ ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയിലാണോ അല്ലെങ്കിൽ ഈ ബഗേസ് ഡസ്റ്റുമായിട്ട് ആൾക്ക് എങ്ങനെ എക്സ്പോഷർ വന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററിയാണ് ആദ്യം നോക്കുന്നത്. നെക്സ്റ്റ്, ഫിസിക്കൽ എക്സാമിനേഷൻ. എ ഡോക്ടർ വിൽ പെർഫോം എ ഫിസിക്കൽ എക്സാമിനേഷൻ ടു ചെക്ക് ഫോർ ദ സൈൻസ് ഓഫ് ദ ലങ് ഡിസീസ്. അപ്പോൾ ലങ് ഡിസീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും. പിന്നെ ഇമേജ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റിൻ്റെ എക്സ്റേയും CT സ്കാനും ഒക്കെ എടുത്ത് നമുക്ക് ലങ്സ് എന്തെങ്കിലും ഡാമേജസോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെസ്റ്റ് എക്സ്റേയും അതുപോലെ തന്നെ CT സ്കാനും ഒക്കെ ചെയ്യും. ഇനി വരുന്നതാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. ദ ടെസ്റ്റ് മെഷർ ദ ലങ് ഫംഗ്ഷൻ ആൻഡ് ക്യാൻ ഹെൽപ്പ് ഡയഗ്നോസിസ് ബഗാസോസിസ്. അപ്പം ലങ്സിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ലങ് ഫംഗ്ഷനിങ് നന്നായിട്ടാണോ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും കൂടി നടത്തും. അപ്പം ഇതുവഴിയൊക്കെ നമുക്ക് ബഗാസോസിസ് ഉണ്ടോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്ത് അറിയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പറയുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. സോ നമുക്ക് എങ്ങനെയൊക്കെ ഈ ഒരു ഇത് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം എന്നുള്ള കാര്യം പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് അവോയ്ഡ് ഫർദർ എക്സ്പോഷർ, ദെൻ മെഡിക്കേഷൻസ് ബ്രോങ്കോ ഡൈലേറ്റേഴ്സും കോർട്ടിക്കോസ്റ്റീറോയിഡ്സും കൊടുക്കാം, ദെൻ പൾമണറി റീഹാബിലിറ്റേഷൻ ആൻഡ് ഓക്സിജൻ തെറാപ്പി. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. നെക്സ്റ്റ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്നോസ്റ്റിക് എലമെൻറ്റ്സ് ഫോർ ഈച്ച് കണ്ടീഷൻ എന്ന് വെച്ചാൽ സിലിക്കോസിസും ന്യൂമോകോണിയോസിസിൻ്റെയും ബഗാസോസിൻ്റെയും ഡയഗ്നോസിസ് എങ്ങനെയാണ്, ഏതൊക്കെ കോമൺ ടൂൾസ് ആണ് ഡയഗ്നോസിന് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ്, സിലിക്കോസിസിന് ഫസ്റ്റ് നമ്മൾ സിലിക്ക ഡസ്റ്റുമായിട്ട് എക്സ്പോഷർ നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. ആൻഡ് നെക്സ്റ്റ്, നമ്മുടെ ലങ്സിൽ നൊഡ്യൂലർ ഒപ്പാസിറ്റീസ് എന്ന് വെച്ചാൽ ലങ്സിന് നൊഡ്യൂൾസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കത് ചെസ്റ്റ് എക്സ്റേ വഴിയും അതുപോലെ തന്നെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് വഴിയൊക്കെ നമുക്കിത് അറിയാൻ വേണ്ടി പറ്റും. സോ അത് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിലിക്കോസിസ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കും. ഇനി ന്യൂമോകോണിയോസിസ് വരുവാണെങ്കിൽ നമ്മൾ എക്സ്പോഷർ അവിടെയും നോക്കുന്നുണ്ട്. പിന്നെ നൊഡുലർ ഒപ്പാസിറ്റീസ് കാണപ്പെടും, അതും അതുപോലെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. ഇതുവഴി ന്യൂമോകോണിയോസിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ബഗാസോസിസ് എന്ന് പറയുന്നത് ഒക്യുപ്പേഷണൽ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ നൊഡുലർ ഒപ്പാസിറ്റീസ് ഉണ്ടോ എന്ന് നോക്കും. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ ഇമ്യൂണോഗ്ലോബിൻ ജി എന്ന് പറഞ്ഞ ആൻറ്റിബോഡീസ് ബ്ലഡിലുണ്ടോ എന്നും കൂടി നോക്കും. അങ്ങനെയാണ് ഇവിടെ ബഗാസോസിസ് ഉണ്ടോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് ചെസ്റ്റ് എക്സ്റേ ഉണ്ട്, പിന്നെ ഹൈ റെസൊല്യൂഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആയിട്ട് ഇവയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ് ആൻഡ് ബഗാസോസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയ ടോപ്പിക്കാണ്. സിലിക്കോസിസ് മാത്രമാണ് കുറച്ച് നന്നായിട്ട് പഠിക്കാൻ നമുക്കുണ്ടായിരുന്നത്. ആൻഡ് ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് വേഗം കംപ്ലീറ്റ് ചെയ്യുക, പഠിക്കുക. പിന്നെ ഇതിൽ എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി തരുന്നുണ്ട്, എക്സ്ട്രാ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് തരുന്നുണ്ട്. അതും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. വീഡിയോയിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് എന്ത് കാരണത്താലാണ് സിലിക്കോസിസ് വരുന്നത്, ബഗാസോസിസ്, ന്യൂമോകോണിയോസിസ് ഇവയ്ക്ക് എന്ത് കാരണത്താലാണ് വരുന്നത്, ഏത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് ഇതിന് കാരണമാകുന്നത്. ന്യൂമോകോണിയോസിസിൻ്റെ കേസിലാണെങ്കിൽ ഓരോ കോളാണെങ്കിലും അതുപോലെ തന്നെ ടിന്ന് അതെല്ലാം കൊണ്ട് ഏത് ഡിസീസാണ് നമുക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇത് പഠിക്കുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആൻഡ് ഡ്രൗണിങ് നോക്കാം.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.